നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂജ ബമ്പർ നറുക്കെടുപ്പിൽ രണ്ടാം സമ്മാനം തൃപ്പയാർ സ്വദേശിക്ക്. കുട്ടനെല്ലൂർ ഫ്ലൈ ഓവറിൽ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് വാടാനപ്പള്ളി സ്വദേശി മരിച്ചു. മതിലകത്ത് ബൈപ്പാസ് നിർമ്മാണ പ്രദേശത്ത് വെള്ളക്കെട്ട് ദുരിതവും നാശനഷ്ടവും. വാർത്തകൾ വിശദമായി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജാ ബമ്പർ നറുക്കെടുപ്പിൽ രണ്ടാം സമ്മാനം തൃപ്പയാർ സ്വദേശിക്ക്. തൃപ്പയാർ മേൽത്തൃക്കോവിൽ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന മണക്കാട്ട് ചന്ദ്രനാണ് രണ്ടാം സമ്മാനമായ 1 കോടി രൂപയ്ക്ക് അർഹനായത്. നറുക്കെടുപ്പിന്റെ തലേദിവസം രാത്രി 7-ന് തൃപ്പയാർ പോളിടെക്നിക് കോളേജിന് മുൻപിൽ നിന്നും സൈക്കിളിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ജോണിയിൽ നിന്നാണ് ഒരു ബമ്പർ ടിക്കറ്റ് എടുത്തത്. തൃപ്പയാർ ഭാരത് ലോട്ടറി ഏജൻസിയുടേതാണ് ടിക്കറ്റ്. 8 വർഷം മുമ്പ് കേരള ഭാഗ്യക്കുറിയുടെ ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ 3 കോടി രൂപയും ചന്ദ്രന് ലഭിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാം സമ്മാനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ചന്ദ്രനും കുടുംബവും. മറ്റേ 10 വർഷം ആയിട്ടുണ്ട്. 2014 എൻ്റെ ഓർമ്മ. 3 കോടി ഇപ്പോൾ പൂജ ബമ്പറിൽ നമുക്ക് 1 കോടി വീണ്ടും പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുൻപ് ഒരു 8 വർഷം മുൻപ് ഒരു 3 കോടി രൂപ കസ്റ്റമൈസ്. പിന്നെ കിട്ടിയതിൽ വളരെ സന്തോഷം. പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് വാടാനപ്പള്ളി സ്വദേശി മരിച്ചു. കുട്ടനെല്ലൂരിൽ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ ഫ്ലൈ ഓവറിൽ നിന്ന് താഴേക്ക് മറിഞ്ഞ് വാടാനപ്പള്ളി നടുവിൽക്കര ബോധാനന്ദ വിലാസം സ്കൂളിന് സമീപം താമസിക്കുന്ന ഫൈസലാണ് മരിച്ചത്. പരിക്കേറ്റതിനെ തുടർന്ന് തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെ മരിച്ചു. മതിലകത്ത് ബൈപ്പാസ് നിർമ്മാണ പ്രദേശത്ത് വെള്ളക്കെട്ട് ദുരിതവും നാശനഷ്ടവും പേറി നാട്ടുകാർ. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മതിലകം ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ കിഴക്കുംപുറം ഭാഗത്താണ് ദുരിതാവസ്ഥ. ഈ ഭാഗത്തുകൂടെയാണ് മതിലകം ബൈപ്പാസ് കടന്നുപോകുന്നത്. ബൈപ്പാസിന് പടിഞ്ഞാറ് ഭാഗത്ത് രൂപപ്പെട്ട മലിനജല സാന്നിധ്യമാണ് ദുഷ്കരമായ അവസ്ഥയുണ്ടാക്കിയിരിക്കുന്നത്. പ്രദേശത്തെ തോടുകളിലും പാടത്തും റോഡിലുമെല്ലാം കഴിഞ്ഞ 3 മാസത്തിലേറെയായി വെള്ളം കെട്ടി നിൽക്കുകയാണ്. റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന മൂലം ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹൈവേ നിർമ്മാണ സ്ഥലത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയതോടെ റോഡ് തകർന്ന അവസ്ഥയിലാണ്. വീടുകളുടെ വളപ്പിലും വഴിയിലുമെല്ലാം വെള്ളം കെട്ടി നിൽക്കുകയാണ്. വെള്ളം ഒഴുകിപ്പോകാതായതോടെ 100-ലേറെ തെങ്ങുകളാണ് നശിച്ചത്. കുടിവെള്ള സ്രോതസ്സുകളും മലിനമായ നിലയിലാണ്. ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോയിരുന്ന തോടുകൾ നികത്തിയതും കൽവെട്ടുകൾ അടഞ്ഞതും വെള്ളക്കെട്ടിന് കാരണമായി. എത്രയും പെട്ടെന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരു 4 മാസമായി, ഓഗസ്റ്റിൽ തുടങ്ങിയതാണ് ഇപ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. നാഷണൽ ഹൈവേയുടെ പുതിയ നാഷണൽ ഹൈവേയുടെ പണി വന്നപ്പോൾ അവിടെ നിന്നുള്ള കൽവെട്ട് അവർ ഇട്ടിട്ട് അടച്ചു കളഞ്ഞേക്കുന്നത്. അതിപ്പോൾ തൽക്കാലം ഒരു നാളെ തുറക്കാമെന്ന് പറയാലോ. ഇത് 4 മാസമായിട്ട് ഇപ്പോൾ തുറന്നിട്ടില്ല അവർ. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. 4 മാസമായിട്ട് ഇതിൽ സ്കൂൾ വണ്ടി പോകുന്നുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികൾ, ജോലിക്കാർ പോകുന്നുണ്ട്, എല്ലാവരും ഇതിൽ പോണതാണ്. പക്ഷെ നമുക്ക് ഇതുവരെയായിട്ടും ഇത് തുറന്നു തന്നിട്ടില്ല. ഇത് ഇങ്ങനെ വെള്ളം നിൽക്കുന്നതുകൊണ്ട് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടുത്തെ തെങ്ങുകൾ, മരങ്ങൾ, ഇവിടുത്തെ നടന്ന ചെറുകിട കൃഷികൾ, മത്സ്യകൃഷി ഇതെല്ലാം നശിച്ചുപോയി. തൃശൂർ തൃപ്പയാർ റൂട്ടിലെ ചിറക്കൽ സെന്ററിനടുത്ത് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങളൊന്നും തന്നെ അപകടത്തിൽ പെട്ടിട്ടില്ല. ബുധനാഴ്ച രാവിലെ 9:30-ഓടെയാണ് റോഡരികിലെ കൂറ്റൻ മരം കടപുഴകി വീണത്. ചിറക്കൽ താൽക്കാലിക പാലത്തിലൂടെ ഗതാഗത നിയന്ത്രണം ഉള്ളതിനാൽ ഈ റൂട്ടിൽ ഇന്നും ബസ് സർവീസ് മുടങ്ങിക്കിടക്കുകയാണ്. തളിക്കുളം തമ്പാൻകടവ് ബീച്ചിൽ ചാളക്കൂട്ടം കരക്കടിഞ്ഞു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ചാളക്കൂട്ടം കരക്കടിഞ്ഞത്. തമ്പാൻകടവ് തീരത്ത് നിന്നും 200 മീറ്ററോളം പടിഞ്ഞാറ് കടലിൽ ചാള ഉണ്ടെന്നറിഞ്ഞ് നിരവധി ബോട്ടുകാരും വള്ളക്കാരും വലയടിച്ചു. ഇതേ തുടർന്നാണ് ചാളക്കൂട്ടം കരക്കടിഞ്ഞത്. ചാള കരക്കടിഞ്ഞതറിഞ്ഞ് വാരിയെടുക്കാൻ നിരവധി പേരാണ് എത്തിയത്. ബോട്ടുകാർക്കും വള്ളക്കാർക്കും നിറയെ ചാള ലഭിച്ചു. കുറച്ച് ദിവസങ്ങളായി തീരത്ത് ചാളയടിയുന്നത് പതിവാണ്.
മുനയം താൽക്കാലിക ബണ്ട് കെട്ടുന്നത് പഴകിയ മുളയും മറ്റു വസ്തുക്കളും ഉപയോഗിച്ചായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് സമരം നടത്തിയത് യാഥാർത്ഥ്യമാണെന്നത് തെളിഞ്ഞിരിക്കുകയാണ് എന്ന് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞു. എത്രയും വേഗം താൽക്കാലിക ബണ്ട് പുനർനിർമ്മിച്ചില്ലെങ്കിൽ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആൻഡോ തൊറയൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, ജനറൽ സെക്രട്ടറി KN വേണുഗോപാൽ, ജോസഫ് തേക്കാനത്ത്, രേണുക റിജു എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ R ബിന്ദുവിൽ നിന്നും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ പുരസ്കാരം ഏറ്റുവാങ്ങി. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സർക്കാർ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ആരംഭിച്ച സംവിധാനമായ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ മികവുറ്റ പ്രവർത്തനം മുൻനിർത്തിയാണ് ബ്ലോക്ക് പുരസ്കാരത്തിന് അർഹമായത്. ഈ പുരസ്കാരം ഭിന്നശേഷി സൗഹൃദമായ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കൂടുതൽ ഊർജം പകരുന്നതാണെന്ന് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ പറഞ്ഞു. ഒരു 50 സെൻറ്റോളം സ്ഥലവും വിശാലമായ കോമ്പൗണ്ട് അടക്കമുള്ള 2 കെട്ടിടമുണ്ട്. 15 കുട്ടികളെയാണ് നമ്മൾ ആദ്യ ബാച്ച് എന്ന രീതിയിൽ പരിഗണിച്ചിട്ടുള്ളത്. കുട്ടികളെ ഇപ്പോൾ 2022 ജൂൺ 4 ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ആണ് ഉദ്ഘാടനം ചെയ്തത്. 2 വർഷം തികയുന്ന ആ സമയത്ത് കുട്ടികളുടെ അമ്മമാർക്ക് പ്രത്യേക പരിശീലനം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക പരിശീലനം കൊടുക്കുകയും 4 തയ്യൽ മെഷീൻ അടക്കമുള്ള യൂണിറ്റ് തുടക്കം കുറിച്ച് അവർ ചെറിയ വരുമാനവും അതിൽ നേടിയെടുക്കുന്നുണ്ട്. ഒപ്പം തങ്ങളുടെ കുട്ടികളെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ അവരെ പരിചരണവും കിട്ടുന്നുണ്ട്. ഒരു ടീച്ചറും ഒരു ആയയുണ്ട്. ഭക്ഷണവും വരാനും പോകാനുമുള്ള യാത്രാ സൗകര്യം ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്റർ പ്രാരംഭഘട്ടത്തിൽ 15 കുട്ടികളാണ് ഉള്ളത്. കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി എല്ലാ ദിവസവും എക്സസൈസും കുട്ടികളുടെ ദൈനംദിന കാര്യങ്ങളിലുള്ള പരിശീലനവും നൽകുന്നുണ്ട്. നിപ്മറുമായി സഹകരിച്ച് എല്ലാ മാസവും ക്യാമ്പുകൾ നടത്തിവരുന്നു. ബെഡ്സ് കലോത്സവങ്ങളിൽ ഇവിടുത്തെ കുട്ടികൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികച്ച വിജയങ്ങൾ നേടിയിട്ടുണ്ട്. നിപ്മറിൻ്റെ സഹായത്തോടെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ക്യാമ്പുകളിൽ ഒക്യുപ്പേഷൻ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവയും സൈക്കോളജിസ്റ്റ് സേവനവും ലഭ്യമാക്കുന്നുണ്ട്. ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സ്ഥിരവരുമാനം എന്ന നിലയ്ക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തയ്യൽ പരിശീലനം നൽകുകയും നൂതന തയ്യൽ മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ മാനസികോല്ലാസത്തിനും വിനോദയാത്രകളും സംഘടിപ്പിക്കാറുണ്ട്. വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവാരാഹി ദേവി ക്ഷേത്രത്തിലെ വാരാഹി തെയ്യം പാരമ്പര്യ തനിമയോടും ആചാര്യ പെരുമകളോടും കൂടിയ ഉത്സവാന്തരീക്ഷത്തിൽ ആഘോഷിച്ചു. മഹാഗണപതി ഹോമം, ഉപദേവന്മാർക്കും ദേവിക്കും വിശേഷ കലശാഭിഷേകങ്ങളുടെ വിശേഷ നിവേദ്യ സഹിതം പൂജകൾ എന്നിവ താന്ത്രികാചാര്യൻ പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും തെയ്യമണ്ഡപത്തിലേക്ക് തിരുമുഖവും തിരുവായുധവും എഴുന്നള്ളിച്ചതോടെ തെയ്യാട്ട ചടങ്ങുകൾ ആരംഭിച്ചു. തെയ്യമണ്ഡപത്തിലെ വിശേഷാൽ ആചാരപൂജകൾക്ക് മംഗലാപുരം ഗണേശ് പടപതബയാർ നേതൃത്വം നൽകി. മഞ്ചേശ്വരം നാദിബൈലു ശങ്കരനാരായണ ഭട്ട് തെയ്യമണ്ഡപത്തിൽ സന്നിധനായി. ദേവിയുടെ പ്രീതിക്കും അനുഗ്രഹകലയുടെ വർധനവിനും വേണ്ടി നടത്തിയ തെയ്യത്തിൽ 40ഓളം വിവിധ രംഗങ്ങളിലെ കലാകാരന്മാർ സന്നിധരായി. ഭക്തർക്ക് ക്ഷിപ്രം അനുഗ്രഹം സിദ്ധിക്കുമെന്ന് വാരായി തെയ്യം കൽപ്പിച്ചിരുന്നു. അമ്മയുടെ ഭക്തരായ ആയിരങ്ങൾ തെയ്യോത്സവത്തിലും അമൃത ഭോജനത്തിലും പങ്കെടുത്തു. ക്ഷേത്രഭാരവാഹികളായ പ്രവീൺ പണ്ടാരത്തിൽ, സിനീഷ് തണ്ടാശ്ശേരി, സുബിൻ കാരാമാക്കൽ എന്നിവർ തെയ്യോത്സവത്തിന് നേതൃത്വം നൽകി.
തളിക്കുളം വല്ലത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. വിശേഷൽ പൂജകൾ, കലശാഭിഷേകം, ശീവേലി, ശ്രീഭൂതബലി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശേഷം ഉച്ചപൂജ, പ്രസാദൂട്ട് എന്നിവ ഉണ്ടായി. തുടർന്ന് വൈകിട്ട് 3 ആനയുടെ അകമ്പടിയോടെ പൂരം എഴുന്നള്ളിപ്പ് നടന്നു. തോട്ടേക്കാട്ട് വിനായകൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പെരുവനം സതീശന്മാരാർ പഞ്ചവാദ്യം, മേളം എന്നിവയ്ക്ക് പ്രാമാണികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് വി രാജൻ, സെക്രട്ടറി വി ബാബു, ഖജാൻജി VP ശശീന്ദ്രൻ, രക്ഷാധികാരികളായ അജിത് രാജ്, സോമസുന്ദരൻ എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം 3 പീടികയിൽ പ്രമുഖ ബാങ്കിന്റെ ATM കൗണ്ടർ തകരാറിലാക്കാൻ ശ്രമം നടന്നതായി കണ്ടെത്തി. EKS കോംപ്ലക്സിൽ തെക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന കൗണ്ടറിലാണ് പവർ സപ്ലൈ കേബിൾ മുറിച്ച നിലയിൽ കണ്ടെത്തിയത്. കൗണ്ടറിന്റെ പ്രവർത്തനം തകരാറിലായതോടെ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് കേബിൾ മുറിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം അറിഞ്ഞ് പോലീസ് കെട്ടിടത്തിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഈയിടെ നടന്ന ATM കവർച്ചയുടെ പശ്ചാത്തലത്തിൽ ഗൗരവമായാണ് ഈ സംഭവം കാണുന്നത്. 2 മാസം മുമ്പ് ഇതേ കെട്ടിടത്തിന് പിറകിൽ നിന്നും ഗ്യാസ് കട്ടറിന് ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അശോക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് തളിക്കുളം, വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. 5-സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ സിംഗിൾ, ഡബിൾ ആൻഡ് സ്യൂട്ട് റൂംസ്. വിവാഹം, ജന്മദിനം തുടങ്ങി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആധുനിക ശബ്ദ വെളിച്ച സംവിധാനത്തോടു കൂടിയുള്ള മനോഹരമായ ഓഡിറ്റോറിയം 9ാമത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്നു. പടിഞ്ഞാറ് അറബിക്കടലിന്റെയും കിഴക്ക് കനോലി കനാലിന്റെയും ഇടയിലായി പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആഘോഷവേളകൾ മനോഹരമാക്കാം. മിനി കോൺഫറൻസ് ഹാൾ, അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം, ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26336114. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. പിണക്കം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ മറന്നിട്ടില്ലേ? പിന്നല്ല. ഇത് മാത്രം പോരാ, വേറെ ഗിഫ്റ്റും കൂടി വേണം. അയ്യോ, സൂക്ഷിച്ച് നോക്കി കഴിക്ക്.
മൂക്കുത്തിയോ? കൊള്ളാലോ. നീ സാരി ഉടുക്കുമ്പോ തിട്ടാ സെറ്റാ. അപ്പൊ ചുരിദാർ ഇടുമ്പോഴോ? അതിനല്ലേ ഇത്. എന്നാ പിന്നെ ഡെയിലി മാറ്റി മാറ്റിയിട്ട് 5-6 മേടിച്ചുകൂടായിരുന്നോ? അതിനല്ലേ ഇത്. ചേട്ടൻ പിന്നെ നിങ്ങൾക്ക് എന്താ വല്ല ലോട്ടറി മേടിച്ചോ? ഡി നമ്മുടെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ മൂക്കുത്തി ഫെസ്റ്റ് നടക്കുക. അവിടെ നല്ല കിടിലം മൂക്കുത്തി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ആ പിന്നെ ആന്റിക് ചെട്ടിനാട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. കല്യാണ പാർട്ടികൾക്ക് 10% അഡ്വാൻസ് നൽകിക്കൊണ്ട് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സ്കീമും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വരുന്ന നവംബർ 15 മുതൽ ഡിസംബർ 5 വരെ ഈറൻ ബൊണാൻസ ആയതുകൊണ്ട് മൂക്കുത്തി വാങ്ങിച്ചാൽ വേദന ഇല്ലാതെ കുത്തിത്തരും, അതും ഫ്രീ ആയിട്ട്. എന്നാ നീ ഒരെണ്ണം കുത്ത്, നമുക്ക് മറ്റേ കപ്പിൾ ടാറ്റോ കടിക്കുന്ന പോലെ കപ്പിൾ മൂക്കുത്തിട്ട് ഉണ്ടാക്കാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. വർഷാവസാന ഷോപ്പിംഗ് ആഘോഷമാക്കാം ഇഷാരയ്ക്കൊപ്പം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം സമാപന സമ്മേളനവും ട്രോഫി വിതരണവും നടത്തി. കാഞ്ഞാളി സിംല മാളിൽ ചേർന്ന യോഗം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ലോഫീൽഡ് താനാപ്പാടം, 2ാം സ്ഥാനം നേടിയ നാടൻസ് മാമ്പുള്ളി എന്നീ ടീമുകൾക്കും മറ്റ് സമ്മാനാർഹരായ കുട്ടികൾക്കും സമ്മാനദാനം നടത്തി. വൈസ് പ്രസിഡന്റ് ബീന സേവിയർ, വാർഡ് മെമ്പർമാരായ ജിൻസി മരിയ, കവിത രാമചന്ദ്രൻ, ഷെയ്ലി റാഫി, കൃഷ്ണേന്ദു ഷിജിത്ത്, പഞ്ചായത്ത് സ്റ്റാഫ്, ക്ലബ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിന്റെ നിർമ്മാണ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരനും ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്തും മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക CV സീന, PTA പ്രസിഡന്റ് രാജീവ് സുകുമാരൻ, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്ത് അന്തിക്കാട്, വികസന സമിതി മെമ്പർ MK സതീശൻ, അന്തിക്കാട് പഞ്ചായത്ത് മെമ്പർമാർ CPM ലോക്കൽ സെക്രട്ടറി KV രാജേഷ്, CPI ലോക്കൽ സെക്രട്ടറി TM സലീഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KB രാജീവ്, BJP പ്രതിനിധി ഗോകുൽ കരിപ്പിള്ളി, സ്കൂൾ വികസന സമിതി കൺവീനർ AV ശ്രീവത്സൻ എന്നിവർ പങ്കെടുത്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം. ബന്ധപ്പെട്ട് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാൾ പോലെ ഒരു ഹാള് പണിയാൻ 390 ലക്ഷം രൂപ നമ്മൾ 3 കോടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം 3.5 വർഷമായി ആരംഭിച്ചിട്ട് ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പഞ്ചായത്ത് ഓഫീസിൽ വന്ന് ഞാൻ വഴക്കൂടേണ്ട ആവശ്യം വന്നു. ഈ എഞ്ചിനീയർ ഇവിടെ വേണ്ട എന്നുവരെ പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഒരു വികസനം നടത്തണമെങ്കിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ ഇടപെട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എഞ്ചിനീയർ അതിൻ്റെ അകത്ത് ഒരു കൈ വയ്ക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പോയി കമ്മ്യൂണിറ്റികളുടെ പ്രവർത്തനം നടക്കാൻ പറ്റാത്തത്. അത് വളരെ സങ്കടകരമായൊരു അനുഭവമാണ്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. കയ്പമംഗലം ഗ്രാമലക്ഷ്മി ക്ലബ്ബ് ഓവറോൾ ജേതാക്കളായി. ഹീറോസ് കുരിക്കുഴി 2ാം സ്ഥാനവും സ്റ്റാലിയൻസ് 3 പീടിക 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. സംവിധായകൻ അമ്പിളി, സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, CRPF റിട്ടയേർഡ് CI CV ദേവദാസ് എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഇസാഖ് പുഴങ്കരയിലത്ത്, ദേവികാദാസൻ, PK സുകന്യ, കോർഡിനേറ്റർ സക്കറിയ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പറഞ്ഞ ചിലപ്പോൾ ഇപ്പോഴുള്ള കലാ സാംസ്കാരിക സംഘടനകളുടെ പേര് പോലും നമ്മൾ കയ്പമംഗലം പഞ്ചായത്തിന് വേണ്ടി പോവുകയാണ്. കുറച്ച് ബ്ലോക്കിലെത്തുമ്പോഴോ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി പോവുകയാണ്, മതിലകത്തിന് വേണ്ടി. ജില്ലയിൽ പോകുമ്പോൾ ജില്ലാ പഞ്ചായത്തിന് വേണ്ടിയാണ് പോവുക, അല്ലേ? അങ്ങനെ ഓരോരുത്തർ ഓരോ തലത്തിലും നമ്മുടെ രൂപം മാറുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എനിക്ക് ഈ ട്രോഫികളൊക്കെ കാണുമ്പോൾ ഒരു പ്രശ്നം ചിലപ്പോൾ എനിക്ക് വരുന്നത്, ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ട്രോഫി കൊടുക്കുന്നതിൽ ഒരാൾ ആരായിരിക്കും? കയ്പമംഗലമായിരിക്കും. കയ്പമംഗലത്തിന് ബ്ലോക്കിൽ പോയാൽ ജില്ലക്കാരൊക്കെ വന്നത് കണ്ടാൽ അല്പം വിഷമം തോന്നും. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി പെരിഞ്ഞനം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പെരിഞ്ഞനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പാലിയേറ്റീവ് വിഭാഗത്തിന് വീൽചെയർ നൽകി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാനു M പരമേശ്വരൻ വീൽചെയർ ഏറ്റുവാങ്ങി. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോൺസൺ പണ്ടാരി അധ്യക്ഷനായി. സെക്രട്ടറി പ്രസന്നകുമാർ പറപ്പറമ്പിൽ, ട്രഷറർ ജോസ് പടമാടൻ, VK ഷൺമുഖൻ, ജിതേഷ് മണ്ടത്ര, സുധീഷ് പ്രദീപ്, ജോഷി, ഹെൽത്ത് സൂപ്പർവൈസർ VS രമേശ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ L അഖില തുടങ്ങിയവർ സംസാരിച്ചു. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നത് പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ദിനം ആചരിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും
നമ്മുടെ ലയൺസ് ക്ലബ്ബ് അതുപോലെയുള്ള മറ്റ് സന്നദ്ധ സംഘടനകൾ എല്ലാം വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ശ്ലാഘനീയമായ കാര്യം നമ്മുടെ തൊട്ടടുത്ത ലയൺസ് ക്ലബ്ബ് തന്നെ നമുക്ക് വേണ്ടി മുന്നോട്ട് വന്നു എന്നുള്ള കാര്യം. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ നടത്തുന്ന സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഫലവൃക്ഷ പോഷകത്തോട്ടത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം തളിക്കുളം SNVUP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PH സജിത വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത അധ്യക്ഷയായി. തളിക്കുളം കൃഷി ഓഫീസർ അഞ്ജന രാജൻ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, സ്കൂൾ പ്രധാനാധ്യാപിക PB സജിത, സ്കൂൾ മാനേജർ EA സുഗതകുമാർ, തളിക്കുളം SNVUP സ്കൂളിലെ കാർഷിക ക്ലബ് കോർഡിനേറ്റർ ലിജി മാധവൻ എന്നിവർ സംസാരിച്ചു. ക്ലബ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ 2024-25 പദ്ധതി പ്രകാരം ഫലവൃക്ഷ തൈകളുടെ പോഷകത്തോട്ടം നിർമ്മിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതിയായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. പഞ്ചായത്ത് തലത്തിൽ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കാറുണ്ട്. എന്നാൽ അതിലുപരി സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. ഇതിലിപ്പോൾ നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന ഈ ഒരു പദ്ധതി പ്രകാരം 50 സെൻറ്റെങ്കിലും സ്കൂളിന് സ്ഥലമുള്ള സ്കൂളുകൾക്ക് പഞ്ചായത്തിലെ അത്തരം സ്കൂളുകളിൽ 5 സ്കൂളുകൾ സെലക്ട് ചെയ്തുകൊണ്ട് 10 സെൻറ്റ് ഭൂമിയെങ്കിലും കൃഷിക്കായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫലവൃക്ഷ തൈകൾ നടുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന സ്കൂളുകളെ. തൃപ്പയാർ AUP സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. കൊടുങ്ങല്ലൂർ DYSP VK രാജു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. PTA പ്രസിഡന്റ് KK വിനീഷ് അധ്യക്ഷനായി. ചടങ്ങിൽ പ്രധാനാധ്യാപിക KR ഡോളി, സീനിയർ അധ്യാപകൻ ശ്രീനാഥ് വിജയൻ, മാതൃസംഗമം പ്രസിഡന്റ് നന്ദിനി എന്നിവർ സംസാരിച്ചു. ഫുട്ബോൾ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ സമ്മാനം നേടിയ പൂർവ്വ വിദ്യാർത്ഥിയായ ഷുഹൈബിനെ ചടങ്ങിൽ ആദരിച്ചു. ഒരിക്കൽ 18 വയസ്സുള്ള 2 യുവാക്കളുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് 2 യുവാക്കളുണ്ടായിരുന്നു. അവർക്ക് 18 വയസ്സുണ്ട്. അവർ സൈക്കിളിൽ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ കറങ്ങി നടക്കുമ്പോൾ ഒരാൾ താമസമില്ലാത്ത വീട്ടിലെ പ്ലാവിൽ ഒരു വലിയ ചക്കറുണ്ട്. അസാമാന്യമായ വലിപ്പമുള്ള ഒരു ചക്ക കണ്ടപ്പോൾ അതിനൊരു കുട്ടി പറഞ്ഞു, എടാ എത്ര വലിയ ചക്കയാ, നമുക്കിത് എടുക്കാമെന്ന് പറഞ്ഞു. മറ്റേവൻ മനസ്സോടുകൂടി അവന് സമ്മതിച്ചു. കൂട്ടുകാരൻ പറഞ്ഞതല്ലേ, കൂട്ടുകാരൻ്റെ കൂടെ നിൽക്കണമല്ലോ, അവന് സമ്മതിച്ചു. ഒരാൾ സൈക്കിളിൽ പോയി വീട്ടിൽ നിന്നൊരു കത്തി എടുത്തുകൊണ്ട് വന്നു. ആരും കാണാതെ ആ പ്ലാവിൽ കയറി ചക്ക വെട്ടിയിട്ട്. പയച്ചോട് അമിഗോസ് FC ക്ലബിൻ്റെ ജേഴ്സി ലോഞ്ചിങ്ങും ജൂനിയർ ഫുട്ബോൾ ടീം അംഗങ്ങൾക്കുള്ള ജേഴ്സി വിതരണ ഉദ്ഘാടനവും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ അജ്മൽ ഷെരീഫ് നിർവഹിച്ചു. ഹാഷിം അലീഗത്ത്, സുജിൽ കരിപ്പായിൽ, അജ്മൽ ഒറ്റമൂലി, അബ്ദുൽ ഫത്താഹ്, റാഷിൽ KS, ആദിൽ ഹക്ക് കരയാമുട്ടം, ആകാശ് പ്രമോദ്, അമൽ ഫൈസ്, അൻഫർ പുതിയ വീട്ടിൽ, മുഹമ്മദ് ഹാദിഖ്, ഗോകുൽ കരയാമുട്ടം, ആദിത്യൻ KS, മുഹമ്മദ് ഫഹാസ്, അമൽ മാധവ്, മുഹമ്മദ് സിനാൻ, ഷംനാദ് VS, അഭിഷേക് KS, സൽമാനുൽ ഫാരിസ്, മൂർത്തി ആകാശ് എന്നിവർ നേതൃത്വം നൽകി. പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന നാദയോഗി ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിൽ രാവിലെ മുതൽ നിരഞ്ജന അജയൻ, ഗൗരി നാരായണൻ, ഷൈനി ഷാജി വെങ്കിടൻ, ഇസാനി, ഉഷ AB എന്നിവരുടെ സംഗീത കച്ചേരി ഉണ്ടായിരുന്നു. വിനീത് കോട്ടപ്പുറം വയലിലും ഡോക്ടർ പരിയാനംപറ്റ ബാബുരാജ് മൃദംഗത്തിലും തൃശൂർ PV നാരായണൻ ഘടത്തിലും പക്കം വായിച്ചു. കലാമണ്ഡലം വിജിത MP-യുടെ ശ്രീകൃഷ്ണചരിതം നങ്ങ്യാരമ്മകൂത്ത് ശ്രദ്ധേയമായി. മിഴാവിൽ കലാമണ്ഡലം വിജയും കലാമണ്ഡലം അതുലും, കുഴിത്താളത്തിൽ കലാമണ്ഡലം അമൃതയും, ഇടയ്ക്കയിൽ കലാമണ്ഡലം സരോദും പക്കമേകി. ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തിൽ ഗ്രീഷ്മ വിഷ്ണുവിൻ്റെ കേരള നടനവും തൃക്കുമാരകൂടം NSS വനിതാ സമാജത്തിൻ്റെ തിരുവാതിരക്കളിയും ദേവസ്ഥാനം കലാപീഠം വിദ്യാർത്ഥിനികളായ ദിയ KM അവതരിപ്പിച്ച കുച്ചിപ്പിടിയും ശ്രുതി, രഞ്ജിത്ത്, മനീഷ, നിസ്തുല എന്നിവരുടെ ഭരതനാട്യവും ദേവസ്ഥാനത്ത് നടന്നു. കലാകാരികൾക്ക് ദേവസ്ഥാനം അഡ്വക്കേറ്റ് ശ്രീരാഗ് പ്രശസ്തിപത്രവും ഫലകവും പ്രസാദവും നൽകി ആദരിച്ചു. അന്നേ ദിവസം വൈകിട്ട് ദേവസ്ഥാനം കലാപീഠത്തിൻ്റെ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി.
പ്രധാന വാർത്തകൾ വീണ്ടും. പൂജ ബമ്പർ നറുക്കെടുപ്പിൽ 2ാം സമ്മാനം തൃപ്പയാർ സ്വദേശിക്ക്. കുട്ടനെല്ലൂർ ഫ്ലൈ ഓവറിൽ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് വാടാനപ്പള്ളി സ്വദേശി മരിച്ചു. മതിലകത്ത് ബൈപ്പാസ് നിർമ്മാണ പ്രദേശത്ത് വെള്ളക്കെട്ട് ദുരിതവും നാശനഷ്ടവും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.